ചിങ്കു നമ്മളെവിടെ പോണ്ട്? സൂക്ക് പോണ്ട്. എല്ലാരും കൂടിയിട്ട് നോക്കാം. പിന്നെ പിന്നെ നോക്കാം. ഇത് നമ്മള് എലിഫന്റ് കാണാൻ പോണ. എലിഫന്റ്, ലയണ്, എന്നിട്ട് ലയൺ അല്ല, ഇല്ല എലിഫന്റ് അല്ല, ഇല്ല. അവിടെ എന്തുണ്ട് അത് മാത്രമാണ്. പോയിട്ട് കാണാം. ഹലോ, ഇൻട്രഡക്ഷൻ മൊത്തം എൻ്റെ മകളിൽ കൊടുത്തതാണ്. എവിടേക്കാണ് ഞങ്ങൾ പോകേണ്ടതെന്ന്. അതേ, ഞങ്ങൾ സൂക്കാണ്. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് സൂക്ക് ഒരു ഏകദേശം ഒരു 6 കിലോമീറ്റർ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സാധനമൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. നല്ല ഭയങ്കരமான ചൂടാണ്. അപ്പോൾ മെയിൻ ഇമ്പോർട്ടൻറ്റ് നമുക്ക് വെള്ളമാണ്. പിന്നെ ഞങ്ങൾ ഈവിലാണ് പോയത്. എന്താ വെച്ചാൽ അതിൽ പെട്രോളിൻ്റെ ചിലവില്ല, ചാർജ് ഇടാം, പിന്നെ പോവാം, എവിടെ വേണമെങ്കിൽ പോവാം. അതാണെങ്കിൽ എളുപ്പ പണിയാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഈ അമ്പലം കണ്ടതാണ്. ഈ അമ്പലത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്നാ വെച്ചാൽ ഇത് ഉള്ളിൽ ഫുൾ ഗോൾഡാണ്. സെക്യൂരിറ്റി കണ്ട ഇവിടെ സ്ട്രോങ് സെക്യൂരിറ്റി വിത്ത് ഗണ്ണാണ്. നല്ല തിരക്കായിരിക്കും. ഞാൻ ഒറ്റ പ്രാവശ്യം പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അത്രയും വലിയ കാര്യമായിട്ട് എനിക്ക് ഒന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ ഒരു ഏകദേശം ഒരു 12:40 12:50 അങ്ങനെ എത്തിയ ശേഷം അവിടുത്തെ ക്യൂ കണ്ടപ്പോൾ ഞങ്ങൾ ഷോക്കായി. അത്ര വലിയ ക്യൂ ആണ്, ലേറ്റ് ആവും അങ്ങനെ വെച്ചാൽ. പക്ഷെ പേടിക്കാൻ അത്രയും ഒന്നുമില്ല. ക്യൂ അത്ര പെട്ടെന്ന് വേഗം പോയി. ഇത് രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്കാണ്. സോ അണ്ടർ ഗവൺമെൻറ്റിൽ റണ്ണായിക്കൊണ്ട് നമുക്ക് അവിടുത്തെ ഉള്ളിൽ എൻട്രൻസ് ടിക്കറ്റ് വളരെ കമ്മിയാണ്. ഒരു 1 പേഴ്സണിന് 60 rupees. അപ്പോൾ നോ ഓൺലൈൻ, ഓൺലി ക്യാഷാണ്. ക്യാഷ് മാത്രമാണ് അലൗഡ്. അപ്പോൾ ഉള്ളിൽ എൻ്റർ ആയിട്ട് അവിടുത്തെ ഒരു ബാനർ കണ്ടു. അല്ല ജസ്റ്റ് വന്നിട്ട് എവിടെയൊക്കെ എന്തൊക്കെ അനിമൽസ് ഉണ്ടാകുന്ന ഞങ്ങൾ ഫസ്റ്റ് കണ്ടത്. അപ്പോൾ ആ ബാനറിനെ കണ്ടപ്പോൾ ഞാൻ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു വലിയ അനിമൽസൊക്കെ കാണാൻ പറ്റില്ല അങ്ങനെ. പക്ഷെ കണ്ടതാണ്. നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചാൽ അത് ഓപ്പോസിറ്റായിട്ടാണ് എനിക്ക് നടക്കും. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പോസിറ്റീവ് വിചാരിച്ചാൽ നെഗറ്റീവാണ് നടക്കും, നെഗറ്റീവ് വിചാരിച്ചാൽ അത് പോസിറ്റീവായിട്ട് നടക്കാൻ. ഭക്ഷണം പാക്ക് ചെയ്തത് വളരെ നന്നായി. അവിടെ കറക്റ്റായിട്ട് 1 o'clock ഞങ്ങൾ ഉള്ളിൽ ഉണ്ടപ്പോൾ വിശപ്പ് തുടങ്ങി. അപ്പോൾ നന്നായിട്ട് കഴിച്ചിട്ട് സ്ട്രോങ് ആയിട്ട് നടന്നിട്ട് നമുക്ക് അനിമൽസൊക്കെ കാണാം. ഫസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. കേർഡ് റൈസ് വിത്ത് കുറച്ച് ചിക്കൻ ഗ്രേവി. ഈ വീഡിയോ ജസ്റ്റ് ഫണ്ണ് കാണാൻ എടുത്തത്. പിന്നെ അത് ഞാൻ ഇട്ടു. നന്നായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഒരാൾ ഇങ്ങനെ വിചാരിക്കും എന്നൊക്കെ മൈൻഡിൽ വെച്ചാൽ പിന്നെ നമ്മൾ ആ വീഡിയോ ഇടണ്ട അങ്ങനെ തിങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഡയറക്റ്റായിട്ട് ആ വീഡിയോ ഇട്ടു. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ എല്ലാം കഴിച്ചിട്ട് ആദ്യം ഞങ്ങൾ ഫസ്റ്റ് കണ്ടത് ഒരു മങ്കീൻ്റെ വീഡിയോ ആദ്യം പോയി. പിന്നെയാണ് അതിൻ്റെ നെക്സ്റ്റ് വന്നിട്ട് പാമ്പാണ്. ഫസ്റ്റ് പോകുന്ന സമയത്ത് ഫുൾ പാമ്പാണ്. ഇതെന്ത് ചേര പാമ്പെന്ന് പറയുന്നുണ്ട്. ഞാൻ അവിടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ആ ചേരപ്പാമ്പൊക്കെ കാണാനുണ്ട്. ഇത് കടിക്കുന്നില്ല പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് കുറേ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങ മേലെ കൂടി പോയിട്ട് അത് എല്ലാം കൂടി ഒന്നായിരിക്കുമ്പോൾ അതൊരു വീഡിയോ എടുത്തു. പിന്നെ ഒരു ടോട്ടോയ്സ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇതാണ് ഈ സ്പോട്ട് ടോട്ടോയ്സ്. ഞങ്ങൾ ഫസ്റ്റ് ആദ്യം കുറച്ച് പാമ്പ്, പിന്നെ ഈ മങ്കീസ്. പിന്നെ ഞാൻ ഉദ്ദേശിച്ചു വലിയ അനിമൽസൊക്കെ പിന്നെ എൻ്റെ മൈൻഡിൽ വന്ന് വലിയ അനിമൽസൊക്കെ വരില്ല, കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഞാൻ ഉള്ളത് കൊണ്ട് ഞാൻ അത്ര എക്സ്പെക്റ്റേഷനോട് ഉള്ളിൽ പോയില്ല. ഈ പാമ്പ് അവിടെ നിന്ന് മൂവ് ആയിട്ടില്ല. ഇത് അവിടെ ഒറ്റ അങ്ങനെ ഒരത്ത കിടക്കുവാണ്. ഒന്നും മൂവ് ആയില്ല. നെക്സ്റ്റ് ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഇത് ഉള്ളിൽ ഫുള്ള് പാമ്പാണ്. അത്രയ്ക്കോ പാമ്പാണ്. പിന്നെയാണ് ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമുക്ക് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് വേറെ അനിമൽസൊക്കെ കാണാൻ ഓപ്ഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് ഞങ്ങൾ കണ്ടത് ഈ പാമ്പാണ്.
പിന്നെ ഇതിൽ ഉള്ളിൽ നമുക്ക് പോകുമ്പോൾ അത്രയും വലിയ ബഡ്ജറ്റില്ല, വളരെ കമ്മി ബഡ്ജറ്റാണ്. നമുക്ക് കപ്പിൾസായിട്ടോ ഇല്ല ഒരു കിറ്റായിട്ട് ഇപ്പോൾ 500 ഉണ്ടായിരുന്നെങ്കിൽ മതിയാവും. അതേ കിഡ്സ് ഇത് വേണം അത് വേണം അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ കൂടി കുറച്ചുകൂടി ബഡ്ജറ്റ് എടുക്കാം. എന്ന് വെച്ചാൽ അവിടെ ഉള്ളിൽ വണ്ടീൻ്റെ ചാർജോ നല്ല കമ്മി റേറ്റാണ്. അത്രയ്ക്ക് വലിയ പൈസ അല്ല. ഞങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോൾ നല്ല പൈസ ചിലവാണെന്ന് വിചാരിച്ച് പോയത്, അത്രയും പൈസ ചിലവില്ല. പിന്നെ അവിടെ ഞാൻ പോയപ്പോൾ ഒരു സ്പോട്ട് എത്തിയപ്പോൾ അവിടെ ഒരു 4 വണ്ടി കണ്ടു. അതിലാണ് ആൾക്കാർ കയറിയിട്ട് ഓരോരോ അനിമൽസിനെ കാമിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അവിടുത്തെ ക്യൂ കണ്ടപ്പോൾ അവിടെ നിൽക്കാൻ തോന്നിയില്ല. കുറച്ച് ദൂരം നടന്നപ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഈ തലകറങ്ങൽ, ടയേർഡ് ഇങ്ങനെയൊക്കെ കുറച്ച് ഇതുകൊണ്ട് പിന്നെ ഞങ്ങൾ 2 മണിക്കൂർ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ കുറേ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഉള്ളിലേക്കൊരു 4 വണ്ടി നമ്മൾ ആ എൻട്രൻസിൽ പോയി. അഡൽട്ടിന് 60 rupees ആൻഡ് കിഡ്സിന് 30 rupees. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് 4 വണ്ടി ഫുൾ ആയ സെക്കൻഡ് പിന്നെ ആ വണ്ടി 1 hour കഴിഞ്ഞിട്ടാണ് പിന്നെയും അതിന് ശേഷം ഇവിടേക്ക് ആ വണ്ടി വരും. പിന്നെയാണ് നമുക്ക് സെക്കൻഡ് റൗണ്ട് കയറാം. അങ്ങനെയാണ് 2 hours കിட்ட ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ആ വണ്ടിയിൽ പോയത്. ഭയങ്കര ചൂടാണ്, നടക്കാൻ പറ്റില്ല. 2 liters ഓഫ് വാട്ടർ കൊണ്ടുപോയി അത് തികയുന്നില്ല. അങ്ങനത്തെ ഒരു ഭയങ്കരമായ ചൂട്. വണ്ടിയിൽ കയറിയ ശേഷം ആദ്യം ആ സ്പോട്ട് കാണിച്ചത് മാനിൻ്റെ സ്പോട്ട്സാണ്. പിന്നെ അതിന് ശേഷം ഒരു കുറേ മാനാണ് അവിടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ആദ്യം കാണിച്ചത് ഇത് ഇവർ കൊണ്ടുവന്ന് വളർത്തേണ്ട അത്ര സേഫ്റ്റിയും ഉണ്ട്. നമ്മൾക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്താണ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവിടെ ഒരു കുഴിയുണ്ട്. കുഴി കൊണ്ട് ആ അനിമൽസൊക്കെ താഴെ വരില്ല നമ്മുടെ അടുത്ത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ചാടി വരുമല്ലേ ഞാൻ വിചാരിച്ചു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവിടെ നല്ല വലിയ കുഴിയാണ്, അപ്പോൾ അതിൽ ചാടില്ല. സോ അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ ഒരു സെറ്റപ്പാക്കി വെച്ചായിരുന്നു. പിന്നെ ഈ ഹൈന കണ്ടപ്പോൾ ഒരെണ്ണം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടി ഒരെണ്ണം വന്നു. എല്ലാവരും ആൾക്കാർ ഇങ്ങനെ വിളിച്ച് പോകുമ്പോൾ അത് നോക്കുന്നില്ല, ജസ്റ്റ് അതോടെ ഇതുപോലെയാണ് ഉണ്ടായിരുന്നു. ആന കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോലെ ആനയില്ല, കാട്ടാനാണ്. ലയന് കണ്ടു. ലയൻ വളരെ ദൂരത്തിലാണ് ഉണ്ടായിരുന്നു, നേരിട്ട് കാണില്ല. അത് ഒരു കല്ലിൻ്റെ അടിയിലാണ് ഉണ്ടായിരുന്നു ലയൻ. അത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, നല്ല ഒരു ഡിസ്റ്റൻസാണ്. ഇത് അടുത്തോ വന്നില്ല, പക്ഷെ കണ്ടു. വീഡിയോ എടുക്കാൻ മാത്രം അവിടെ ക്ലിയർ ആയില്ല, അത്രയ്ക്ക് നല്ല ദൂരമാണ്. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് കണ്ടത് ഒരു യെല്ലോ ടൈഗറാണ്. അത് ഒറ്റ സ്പോട്ട് വെള്ളത്തിൽ മാത്രം ഉണ്ടായിരുന്നു, അനങ്ങാതെ വെള്ളത്തിലുണ്ടായിരുന്നു. വൈറ്റ് ടൈഗർ കണ്ടു. ജസ്റ്റ് ഒരു ഇങ്ങനെ ജസ്റ്റ് ഒരു വാക്കിംഗ് പോലത്തെ ഒറ്റ സ്ഥലത്തിൽ ഇങ്ങനെ നടന്നായിരുന്നു. പിന്നെ എല്ലാം കുറച്ച് ഡിസ്റ്റൻസ് അടുത്തൊന്നും ഇതുമായില്ല. പിന്നെ ഇത് എന്നാ വെച്ചാൽ ഈ ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന സമയത്ത് അത് ഒന്നും കാണാൻ പറ്റുന്നില്ല. അവിടെ ഒരു ടൈഗറാണ്. പിന്നെ കരടി കണ്ടു. ഇതാണ് ലാസ്റ്റായിട്ട് ഞങ്ങൾ കണ്ടിട്ട് വന്നിട്ട് വണ്ടി ഇവിടെ വന്ന് ഇറങ്ങി. അവിടെ കുറച്ച് നേരം ഇരുന്ന് അപ്പോൾ ചിങ്ങനെ നല്ല ചിരി വന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങി. എല്ലാം കഴിഞ്ഞിട്ട് ഇത് കണ്ടപ്പോൾ ഇതിലിരിക്കണോ പറഞ്ഞിട്ട് ഇതിൽ കുറച്ച് നേരം ഇരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ ഒരു സമയമായി. ഒരു 7:30 അങ്ങനെ ഏകദേശം ആയി. സോ ഇതാണ് ഇന്നത്തോടെ സൂൻ്റെ വ്ലോഗ്. സോ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ടാറ്റ, ബൈ ബൈ, സി യു.